ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സണൽ എനർജിയും നിങ്ങളുടെ എനർജിയുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് എന്താ വേണ്ടത്? ഇന്നത്തെയും പോലെ തന്നെ പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? രണ്ട് കൈകളും ചേർത്ത് വെച്ച് നിങ്ങളുടെ പേഴ്സണിലേക്ക് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അട്രാക്റ്റ് ആകുവാനും നെഗറ്റീവ് ചിന്തകളെ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് റിമൂവ് ആവാനും വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം മതി, നെഗറ്റീവിനെ നമുക്ക് ആവശ്യമില്ല, അല്ലേ? ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായിട്ട് വരും കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 3 ഓഫ് വാൻഡ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവർ ചിന്തിക്കുകയാണ്, ഇന്ന് ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ അവരെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. അവർക്ക് ചുറ്റും 3 വാൻഡ്സ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ അവരെ ഒത്തിരി വെന്തുരുകുന്നു എന്ന് പറയില്ലേ. അവർക്ക് നിങ്ങളെ കാണാതെ, നിങ്ങളോട് സംസാരിക്കാതെ ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ അവരെ അത്രമേൽ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അവർ ചിന്തിക്കുകയാണ്, തൻ്റെ ജീവിതം ഇന്ന് പാതി വഴിയിലാണ്, എങ്ങനെയെങ്കിലും എൻ്റെ പേഴ്സണിലേക്ക് എനിക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 8 ഓഫ് വാൻഡ്സ് കാർഡാണ്. സക്സസിനെയാണ് കാണിക്കുന്നത്, ഗുഡ് ന്യൂസിനെയാണ് കാണിക്കുന്നത്. എത്രയും വേഗം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ മീൻ ചെയ്യേണ്ടത്. വരും ദിവസങ്ങളിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനോ റീയൂണിയനോ പോസിബിൾ ആയിട്ടാണ് ഇവിടെ സെക്കൻഡ് കാർഡ് കാണിക്കുന്നത്. ഇവിടെ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ദ വേൾഡ് കാർഡാണ്. കംപ്ലീഷനെയാണ് കാണിക്കുന്നത്, ജോയ് ആണ് കാണിക്കുന്നത്, സക്സസ് ആണ് കാണിക്കുന്നത്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ട്രാവലിങ്ങിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിട്ട് ഇവിടെ കാർഡ് കാണിക്കുന്നു. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. ആണോ? നിങ്ങൾ ഒരുമിച്ച് ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ളതായി കാണിക്കുന്നു. യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കാം. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു പോവില്ലേ, അങ്ങനെ സംസാരിച്ചു പോയിട്ടുള്ള എനർജീസിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒന്നാകുമ്പോൾ, റിയൂണിയൻ പോസിബിൾ ആയിരിക്കുമ്പോൾ വേൾഡ് കണ്ട സുഖമാണ്, വേൾഡ് കണ്ട സന്തോഷമാണ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഉണ്ടാവുക. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ ഒരു ദിവസങ്ങൾ, വരും ദിവസങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവിനെ കൊണ്ടുവരുന്നു, സക്സസിനെ കൊണ്ടുവരുന്നു, നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഇവിടെ ദ വേൾഡ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ ഫൂൾ കാർഡാണ്. ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്, അതായത് പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ എൻഡ് ആവുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പുതിയ ഒരു ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് ദ ഫൂൾ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ പുതിയൊരു തുടക്കം ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ ദ ഫൂൾ കാർഡ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 3 ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സാണ് വന്നിരിക്കുന്നത്. 3 ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സ് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ബന്ധത്തിൽ, ആ സമയത്ത് പാസ്റ്റിൽ ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ നിങ്ങളെക്കാളും ഒരു പടി മേലെയായിരിക്കണം അവരുടെ പൊസിഷൻ, അവരുടെ കരിയർ, അവരുടെ ജീവിത സാഹചര്യമൊക്കെ നിങ്ങളെക്കാളും ഒരു പടി മേലെയായിരിക്കണം. നിങ്ങളായിരിക്കണം ഒരു പടി താഴെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് ചെറുതായിട്ടൊരു ഈഗോ ഉണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് എന്നാണ് ഇവിടെ കാർഡ് മെയിൻ ചെയ്യുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ളൊരു ബന്ധത്തിൽ ട്രസ്റ്റിങ് കുറവായിരുന്നു എന്നാണ് കാണിക്കുന്നത്. വിശ്വാസമില്ലായ്മ ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലായ്മ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മീൻ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ തമ്മിൽ ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു, ഒരു ട്രസ്റ്റിങ് കുറവുണ്ടായിരുന്നു, വിശ്വാസക്കുറവുണ്ടായിരുന്നു. നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ആരോടെങ്കിലും അവർ പറയുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, നിങ്ങൾ പറയുമെന്ന് അവർക്കും പേടിയുണ്ടായിരുന്നു. എന്നാൽ അത് പരസ്പരം അവർ പറഞ്ഞിട്ടില്ല. കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, ഈ ബന്ധം ഇങ്ങനെ പോവുകയാണെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞാൽ എന്തായിരിക്കും ഫ്യൂച്ചർ എന്നൊക്കെ ചിന്തിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളോട് സംസാരിച്ചിട്ടായിരിക്കും അവർ മാറിപ്പോയിട്ടുണ്ടാവുക. അവരുടെ കരിയറിന് തന്നെ എന്തെങ്കിലും ദോഷം വന്നാലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവണം. അങ്ങനെയുള്ളൊരു കാർഡാണ് 3 ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സ് വന്നിരിക്കുന്നത്. ഒരു ഈഗോയും കാണിക്കുന്നുണ്ട് കേട്ടോ, ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു കാണിക്കുന്നുണ്ട്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ പേജ് ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, ഡേ ഡ്രീം ചെയ്യുന്നു, നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു, ഈ ബന്ധം പുതുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്.
ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് നിങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് അവർക്ക് ഇടവന്നത്, നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് ഇടവന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നു. നമ്മൾ കൂടെയുള്ളപ്പോൾ നമ്മുടെ വാല്യൂ മനസ്സിലാവില്ല ആർക്കും. നമ്മളൊന്ന് മാറി നിൽക്കുമ്പോഴേ നമ്മുടെ ഒരു വാല്യൂ മനസ്സിലാവുള്ളൂ. അവരായിരിക്കാം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത്. അവരെ പേടിച്ചിരുന്നു, അവരുടെ കരിയർ എന്തെങ്കിലും സംഭവിക്കുമോ, അവരുടെ ഫാമിലി ഇഷ്യൂ ഉണ്ടാക്കുമോ എന്നൊക്കെ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടായിരിക്കണം അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത്. എന്നാൽ ഈ മാറിപ്പോയാലും അവർക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കാം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം അവർ അവിടെ ഹീലായി തുടങ്ങി. അവർ ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങളിലേക്കുള്ള ചിന്തകളാണ് അവരിലേക്ക് വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നു. എന്നാൽ സാഹചര്യം അവർക്ക് അനുവദനീയമായിരുന്നില്ല. അവരുടെ ഫാമിലി ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ കരിയർ ആയിരിക്കണം അവിടെ തടസ്സം നിന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങളെ ഒത്തിരി കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജി തന്നെയാണ് ഇവിടെ പേജ് ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് 10 ഓഫ് പെൻഡക്കിളാണ്. നിങ്ങളും അവരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ തന്നെയാണ് കാണിക്കുന്നത്, കമ്മിറ്റ്മെൻറ്റിനെ തന്നെയാണ് കാണിക്കുന്നത്, ഒരു ഫാമിലിയെയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു മാരേജിലേക്കോ എൻഗേജ്മെൻറ്റിലേക്കോ എത്താനുള്ള ചാൻസ് ഉണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഒരു റിയൂണിയൻ പോസിബിൾ ആണെന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ നിങ്ങളും അവരും തമ്മിൽ കാണുവാനും സംസാരിക്കുവാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ പുതുക്കുവാനും ഒരു കമ്മിറ്റ്മെൻറ്റ് തരുവാനും ഉള്ള എല്ലാ ചാൻസും കാണിക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അവർക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആദ്യത്തെ കാർഡ്, യു ആർ ഓൾവേസ് ബ്യൂട്ടിഫുൾ ടു സം വൺ ഹൂ ലവ്സ് യു. ആരാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ആ പേഴ്സൺ എങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ അത്രയും സുന്ദരനോ സുന്ദരിയോ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അവരൊത്തിരി പേരെ കാണുന്നുണ്ടാവാം, അവരുടെ ദൈനംദിന ജീവിതയാത്രയിൽ അവരൊത്തിരി പേരെ കാണുന്നുണ്ടാവാം. എങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളെന്ന വ്യക്തിയാണ് സുന്ദരനായിട്ടും സുന്ദരിയായിട്ടും അവർക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ സൗന്ദര്യത്തെ അവരൊത്തിരി ഇഷ്ടപ്പെടുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ സെക്കൻഡ് കാർഡിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. പുട്ട് എ സൈഡ് ഡിഫറൻസ് ആൻഡ് സോ ടു ദ നെക്സ്റ്റ് ലെവൽ. നിങ്ങൾ തമ്മിൽ ഒത്തിരി അന്തരങ്ങൾ ഉണ്ടാവാം അല്ലേ, ഡിഫറൻസ് ഉണ്ടാവാം. നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളായിരിക്കുന്ന ഒരു കരിയറിലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലൊക്കെ നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവാം. എന്നാൽ അതൊക്കെ മാറ്റി വെക്കാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളാണോ, സ്നേഹിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ഒരുപോലെ ഈക്വലായിട്ടുള്ളൊരു ബാലൻസ് വേണം അല്ലേ. ബാലൻസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ തമ്മിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പോകാൻ, പുതിയ തുടക്കത്തിലേക്ക് പോകാനാണ് ഇവിടെ യൂണിവേഴ്സ് വിഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈഗോ ക്ലാഷൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റി വെക്കുക. നിങ്ങൾ തമ്മിൽ ഒന്നാണെന്ന് കരുതൂ. നിങ്ങളിലുള്ള സൗന്ദര്യമാണെങ്കിലും നിങ്ങളിലുള്ള സമ്പാദ്യമാണെങ്കിലും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും നിങ്ങളുടെ കരിയർ ആണെങ്കിലും നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും ഒത്തിരി അന്തരങ്ങൾ ഉണ്ടാവാം. അതെല്ലാം മാറ്റി വെച്ചിട്ട് പുതിയ ഘട്ടത്തിലേക്ക് പോകാൻ, പുതിയ ജീവിതത്തിലേക്ക് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഫൈൻഡിങ് യുവർ ബാലൻസ് ആൻഡ് നോട്ട് റോക്കിംഗ് ദി ബോട്ട്. ബാലൻസ് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിത യാത്രയിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒന്നിക്കുന്ന ആ സമയത്ത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളയാനുള്ളതല്ല, ഒരു ബാലൻസ് കൊണ്ടുവന്ന് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും പറയുന്നത്. അടുത്ത കടന്ന് പറയുമ്പോൾ മൂവിങ് എവേ ഓർ ഗെറ്റിംഗ് എ ന്യൂ ഹോം ടുഗദർ. നിങ്ങൾ ഒരുമിച്ചുള്ളൊരു പുതിയൊരു യാത്രയെയാണ് കാണിക്കുന്നത്, പുതിയൊരു വീട്ടിലേക്ക് മാറുവാനാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വന്നുകൊണ്ട് നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മാറി താമസിക്കാനുള്ള സാഹചര്യം ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട്. മൂവിങ് എവേ എന്നാണ് കാണിക്കുന്നത്. മാറി പോകാം, മാറി താമസിക്കാം, പുതിയൊരു വീട്ടിലേക്ക് പുതിയൊരു സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നാണ് ഇവിടെ കാർഡ് മീൻ ചെയ്യുന്നത്. ടൈം കാർഡും കൂടി നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 4 ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്പർ 1, 10, 19, 28 ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത് എന്നാണ് പറഞ്ഞത്. ആ മാസത്തിൽ നിങ്ങളുടെ ഫാദറിൽ നിന്നൊരു സഹായം പ്രതീക്ഷിക്കാമെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ പിതാവിൽ നിന്ന് ഒരു സഹായം പ്രതീക്ഷിക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.
രണ്ടാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 4 മന്ത്സിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം സഫലമാകാനായിട്ട് 4 മാസത്തിനുള്ളിൽ നടക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 26 ഡേയ്സ് ആണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഒത്തിരി പേർക്ക് ഈ ഒരു റീഡിങ് വാല്യൂഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കുക കേട്ടോ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഈ കാർഡ്സിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നത് സ്വീകരിക്കൂ. ഈ ഡേറ്റുകൾ, ഈ മാസങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യൂ. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് അട്രാക്റ്റ് ചെയ്യൂ, മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും കേട്ടോ. ഈ റീഡിങ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.